തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ അതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ കുടുംബമായി നാട്ടിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കുടുംബമായി കർത്താവിൻ്റെ വേലയിലാകാനുള്ള സാഹചര്യത്തെ പറ്റി ഞാൻ നിങ്ങളുടെ അല്പസമയം ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പേര് ഷിബു എന്നാണ്. ജനിച്ചു വളർന്നത് കലിശ്ശേരി, ചെങ്ങന്നൂരിനടുത്ത് കലിശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഏകദേശം 45 വർഷങ്ങൾക്ക് മുൻപ് പ്രിയ തമ്പിച്ചായനും സുവിശേഷകരുമായി കലിശ്ശേരി പ്രദേശത്ത് ഞങ്ങളുടെ തൈമറോബിൽ എന്നൊരു ഗ്രാമമാണ് അവിടെ കടന്നു വന്നത്. അന്ന് അവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ കർത്താവിനെ അറിയാൻ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ കർത്താവിനെ അറിയാനിടയായി. അപ്പോൾ ഒരു 45 വർഷത്തെ പെന്തക്കോസ്റ്റൽ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കടന്നു വന്നത്. ഞാൻ ജനിച്ചു വളർന്നത് പെന്തക്കോസ്റ്റിലാണ്. എന്നെ പള്ളിയിൽ മാമോദീസയൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പെന്തക്കോസ്റ്റിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വിദ്യാഭ്യാസം കേരളത്തിൽ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വിദേശത്തേക്ക് പോകാനിടയായി. ചുരുക്കി പറയാം, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ ആ ദിവസം, ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഒരു ഫോൺ കോൾ വന്നു. എൻ്റെ പപ്പായ്ക്ക് ഫോൺ കോൾ വന്നത് തമ്പിച്ചാൻ്റെ വീട്ടിൽ നിന്നാണ്. എനിക്കൊരു കല്യാണാലോചന വന്നു. തമ്പിച്ചാൻ്റെ രണ്ടാമത്തെ മകൾ ബിനിക്ക് വേണ്ടിയുള്ള കല്യാണാലോചനയാണ് വന്നത്. ഞാൻ ബിനി തമ്മിൽ ഞങ്ങൾ പരിചയക്കാരായിരുന്നു. കല്യാണാലോചന വരുമെന്നുള്ളൊരു ചിന്തയും ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഷോക്കായിപ്പോയി. കാരണം തമ്പിച്ചാൻ്റെ കുടുംബത്തിൽ നിന്നൊരു കല്യാണാലോചന വരിക എന്ന് പറഞ്ഞാൽ ഒരു പിടികിടുന്ന പോലെ. കാരണം അതൊരു മിഷൻ ഫാമിലിയാണ്. എനിക്കത് മിഷനോടൊരു ബന്ധവുമില്ല. എനിക്ക് പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞു, ജോലി ചെയ്യണം, കർത്താവിൻ്റെ വേറെ താല്പര്യമൊക്കെയാണ്, കർത്താവിൻ്റെ വേറെ സഹായിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഒരു ഫുൾ ടൈം മിനിസ്ട്രിക്കായിട്ട് ഇറക്കാൻ ഒട്ടും താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല ഞാൻ. നാട്ടിലായിരുന്നപ്പോഴാണെങ്കിലും സൺഡേ സ്കൂൾ YPC കൂടുമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ കുടുംബത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ലെവലിൽ കുറച്ച് നാൾ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ഒരു ചിന്തയില്ല. കല്യാണാലോചന വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, അത് ചതിക്കുഴിയാണ്, എനിക്ക് വേണ്ട, അങ്ങനെ ഒരു കല്യാണം എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, അത് മുഴുവൻ മിഷൻ ഓറിയൻറ്റഡ് ഫാമിലിയാണ്, എനിക്കങ്ങനെ മിഷന് താല്പര്യമില്ല. 1-2 ദിവസം കഴിഞ്ഞു എന്നോട് പപ്പ ചോദിച്ചു, നീ എന്തോ പറയുന്നു, പിന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, പറയാം, എനിക്ക് പെണ്ണുമായിട്ട് സംസാരിക്കണം. ഞാൻ പെണ്ണുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് പോയി സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് ബിനി ഇവിടെ ഇംഗ്ലണ്ടിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബിജു ബിനി കൂടെ ഇവിടെ ഇംഗ്ലണ്ടിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് സ്റ്റേറ്റ്സിലാണ്. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു, എനിക്ക് പെണ്ണിനെ പോയി കണ്ട് സംസാരിക്കണം. അത് തമ്പിച്ചാൻ്റെ അടുത്ത് ആ ന്യൂസ് ചെയ്യുന്നുണ്ട്. തമ്പിച്ചാൻ വിശ്വസിക്കാൻ വയ്യ. അവളെ 10-20 വർഷം കണ്ടിട്ടുള്ളത്, എന്തോ കണ്ട് സംസാരിക്കാൻ അവളെ അറിയാവുന്നില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഞാൻ ആ സമയം അപ്പോഴത്തേന് അമേരിക്കയിൽ കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്കയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു അല്പം കൾച്ചർ കയറിയ നല്ല അല്പം ചിന്തകൾ ആ രീതിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പെണ്ണിനെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ തീരുമാനിക്കാതെ. അങ്ങനെ എനിക്ക് ടിക്കറ്റ് എടുത്ത്, എൻ്റെ പേരൻസ് ടിക്കറ്റ് എടുത്ത് എന്നെ ലണ്ടനിലേക്ക് വിട്ടു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 19 വർഷം മുമ്പ് ലണ്ടനിൽ വന്നൊരു ഓർമ്മയുണ്ട്. എന്നെ ബിജുവാണ് വിളിക്കാൻ വന്നത്. ബിജു ഞാൻ നമ്മുടെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നു. എന്നെ കൊണ്ട് ബക്കിംഗ്ഹാം പാലസും എല്ലാം കാണിച്ചിട്ട് പെണ്ണ് കാണിക്കാനായിട്ട് ഒഫീഷ്യലി കൊണ്ടുപോയി. അതൊരു ചടങ്ങ് പോലെ. ഞാൻ ബിനിയോട് ചോദിച്ചത്, ഞാൻ പറയാൻ പറഞ്ഞത്, അന്ന് ബിനിയോട് ഞാൻ ചോദിച്ചു, വാട്ട്സ് ഗോയിങ് ഓൺ, എന്നെ ഈ കല്യാണം എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നത്, നിങ്ങൾ മിഷൻ ഫാമിലിയാണ്, എനിക്ക് മിഷനുമായിട്ട് ബന്ധമൊന്നുമില്ല, ഞാൻ അമേരിക്കയിൽ ഇപ്പോൾ പഠിച്ചു, ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ, ഞാൻ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യപ്പെടുന്നു. വാട്ട് ഈസ് യുവർ പ്ലാൻ, വാട്ട് യു വാണ്ട് ടു ഡു വിത്ത് യുവർ ലൈഫ്? അപ്പം ബിനി ബൈബിൾ കോളേജിൽ പഠിക്കുകയാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ, വാട്ട് യു വാണ്ട് ടു ഡു വിത്ത് യുവർ ലൈഫ്? അപ്പം ബിനി പറഞ്ഞു, എനിക്ക് നാട്ടിൽ കർത്താവിൻ്റെ വേല ചെയ്യണം, കുറേ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട്, അനാഥ കുഞ്ഞുങ്ങളെ വളർത്തണം, അവരുടെ അമ്മയായിട്ട് ജീവിക്കണം. ഞാൻ പറഞ്ഞു, ഗുഡ്, വെഡിങ്സ് ഓഫ്, എളുപ്പമുണ്ടല്ലോ, കഴിഞ്ഞു, ശരി, സന്തോഷം, അത്ര അറിഞ്ഞത് നന്നായി. എനിക്കതിന് ഒട്ടും താല്പര്യമില്ല. അനാഥ കുഞ്ഞുങ്ങളുടെ അപ്പനായിട്ടിരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, സന്തോഷമുള്ളൂ. പക്ഷേ ഞങ്ങളുടെ സംസാരത്തിൽ എന്നോട് പിന്നെ ഒരു കാര്യം ചോദിച്ചു, ദൈവം സംസാരിക്കുകയാണെങ്കിൽ
അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. പെന്തിക്കോസുകാരനാണ്, പാരമ്പര്യമായിട്ട് പെന്തിക്കോസ് ജീവിച്ച് വളർന്നവനാണ്. അങ്ങനത്തെ അതിന് മറുപടി പറയാൻ എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, തീർച്ചയായിട്ടും ദൈവം സംസാരിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം ചെയ്യാമെന്ന്. ഞാൻ അങ്ങനെ എനിക്ക് സമ്മതം വന്നു. ഞാൻ സമ്മതം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ തിരിച്ച് അമേരിക്കയിൽ വരണം. ബൈബിൾ സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു കം ബാക്ക് ടു അമേരിക്ക ആൻഡ് സ്റ്റേ വിത്ത് മീ എല്ലാത്തേയും. ഞാൻ അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളെ അവിടെ വളർത്താൻ ആഗ്രഹിക്കുന്നു. സുശേഷകരെ നമുക്ക് ആവശ്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ ദൈവം കഴിയുന്ന പൈസ അനുസരിച്ച് സപ്പോർട്ട് ചെയ്യും. ദാറ്റ്സ് ഫൈൻ. ബട്ട് വൺ ഡേ ഗോഡ് സ്പീക്സ് ടു വുഡ് യു ലിസൺ. ഞാൻ സന്തോഷം സമ്മതിച്ചു. ഓക്കെ, ലോങ് സ്റ്റോറി ഷോർട്ട്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അമേരിക്കയിൽ വന്നു. വർഷങ്ങൾ കഴിഞ്ഞത് ഒരു 11 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴെല്ലാം മിഷൻ ട്രിപ്പ് എടുക്കും. പല ഗ്രാമങ്ങളിലൊക്കെ പോയി ഞാൻ വിസിറ്റ് ചെയ്യും. ഓർഫനേജസ് സന്ദർശനം അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഹാർട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ മൂവി ചെയ്യുന്ന കാര്യമൊന്നും മനസ്സിൽ കൂടെ പോയിട്ടില്ല. അപ്പോൾ 11 വർഷം കഴിഞ്ഞുകൊണ്ടായി പെട്ടെന്ന് ദൈവത്തിന് നമ്മളെ എവിടെ തുടങ്ങിയത് കറക്റ്റായിട്ട് അറിയാമല്ലോ. എല്ലാവരും വിശ്വാസികളല്ലേ കൂടുതലിരിക്കുന്നത്, എല്ലാവരും അറിയാം ദൈവത്തിന് എവിടെ എപ്പം തുടങ്ങുന്നത് കറക്റ്റായിട്ട് അറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ചതാണ് എൻ്റെ ചേച്ചിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ജോലിയിലോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഞാൻ ഇന്നും ആ സമയമാകുമ്പോൾ ഞാൻ ജോലിയിലോട്ട് ഡ്രൈവ് ചെയ്ത് പോകണം. രാവിലെ ചേച്ചി വെളുപ്പിനെ ഡോക്ടർ ഓഫീസിൽ പോയിട്ട് ചേച്ചിയുടെ റിസൾട്ട് വന്നു. ആ ക്യാൻസർ റീഓക്കർ ചെയ്തെന്നുള്ള റിസൾട്ട് വന്നു. ചേച്ചി എന്നെയാണ് ആദ്യം വിളിച്ചത്. ഞാൻ ചേച്ചിയുടെ ഭയങ്കര അടുപ്പമാണ്. എൻ്റെ മൂത്ത സിസ്റ്ററാണ്. എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്താണ്. ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് അമേരിക്കയിൽ ചെല്ലുന്നത്. താമസിക്കുന്നില്ല, അന്ന് മമ്മി നാട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ നോക്കി വളർത്തിയ സിസ്റ്ററാണ്. അപ്പം ചേച്ചി പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് വന്നു, റീഓക്കർ ചെയ്തു. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വണ്ടി നിർത്തി. ഞാൻ ചേച്ചിയോട് ചേച്ചി പേടിക്കേണ്ട, കപ്പലിലെ യോന ഞാൻ തീരുമാനം എടുത്തോളാം. ചേച്ചി ദൈവം സൗഖ്യം തരുന്നു. ഞാൻ ചേച്ചിയുടെ ഒരു ഫോൺ വെച്ച് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എൻ്റെ ചേച്ചിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കാമെന്ന്. ഞാൻ പിള്ളേരെയും ഭാര്യയും എല്ലാം പെട്ടെന്ന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായി 2 കുഞ്ഞുങ്ങളെയും ഭാര്യയെല്ലാം വിളിച്ചോണ്ട് ഞാൻ നാട്ടിൽ പോയി കെട്ടാൻ പേരെ ചെയ്തോളാം. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് സത്യം പറഞ്ഞതാണ്. അല്ലാതെ സുവിശേഷകരോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതല്ല. ചേച്ചി അത്ര സ്നേഹിക്കുന്ന ദൈവം സൗഖ്യം കൊടുക്കണം, അതിനുവേണ്ടി കർത്താവിനോട് ഒരു ക്ലോസ് വെച്ചതാണ്. ഓക്കെ, ലോങ് സ്റ്റോറി ഷോർട്ട്, ചേച്ചിക്ക് ദൈവം സൗഖ്യം കൊടുത്തു, പൂർണ്ണമായിട്ടും കൊടുത്തു. ചേച്ചിക്ക് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഹിറ്റ് ചെയ്തു. അയ്യോ, നാട്ടിൽ പോകണമല്ലോ. കർത്താവിനോട് പറഞ്ഞു പോയി. അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല, നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല, നാട്ടിൽ പോകാൻ പൈസ സേവ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്നൊരു ഡിസിഷനായിരുന്നു ഓൾ ഓഫ് എ സഡൻ. പക്ഷേ ചേച്ചിക്ക് ദൈവം സൗഖ്യം കൊടുത്തപ്പോൾ നാട്ടിൽ പോകണമല്ലോ. അപ്പോൾ ഞാൻ വൈഫായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, ചിലപ്പോൾ ഞാനൊരു ഇമോഷണൽ ഡിസിഷൻ എടുത്തതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ന്യൂസ് കേൾക്കുമ്പോൾ നമ്മളതിൽ ഇമോഷണൽ ഡിസിഷൻ എടുക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് 1 മാസം പ്രാർത്ഥിച്ചു നോക്കാം. 1 മാസം പ്രാർത്ഥിച്ചിട്ട് 30 ദിവസം പ്രാർത്ഥിക്കാം. 30ാമത്തെ ദിവസം വരെ കർത്താവ് ഒന്നുകൂടെ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നാട്ടിൽ പോകാം. ഇല്ല പിന്നെ എൻ്റെ ഇമോഷണൽ ഡിസിഷൻ ആണെങ്കിൽ നമുക്കിത് വിടാൻ പുള്ളിക്കാരത്തെ സംഭവിച്ചു. ഞങ്ങൾ 1 മാസം പ്രാർത്ഥിച്ചു. 29 ദിവസം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് സന്തോഷം. പുള്ളിക്കാരത്തേക്ക് വെപ്രാളമായിരുന്നായിരുന്നു, പറഞ്ഞില്ല, വെളി കാണിച്ചില്ല. പുള്ളിക്കാരത്തേക്ക് പോകണമെന്നല്ലേ, നാട്ടിൽ പോകണമെന്നല്ലേ. എനിക്ക് സന്തോഷമായിരുന്നു. 29 ദിവസം ഒന്നും നടത്തില്ല. 29th ഡേ അന്ന് തമ്പിച്ചാൻ മിസോറിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്ലഹോമ എന്ന് പറയുന്ന സ്ഥലത്താണ്. തമ്പിച്ചാൻ വരുന്നോ, ഞാൻ ഇന്ന് വൈകിട്ട് വന്നാൽ കാണാം. ശരി, ഞങ്ങൾ അവിടുന്ന് 4-5 മണിക്കൂറുണ്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവാം. അപ്പോൾ അത് കഴിഞ്ഞ് ടൊൾസായാണ് ഞാൻ പറഞ്ഞു പിന്നീട് 29th ഡേ ആയി. കർത്താവ് തരുമെന്ന് പറഞ്ഞില്ല. അന്നത്തെ ഇമോഷണൽ ഡിസിഷനായിരുന്നു. പോണ്ടി കാര്യമില്ലെന്ന് തോന്നുന്നത്. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒന്നും കിട്ടിയില്ല. ഞങ്ങളവിടെ ചെന്ന് കയറി. യോഗത്തിൽ ഒത്തിരി ലേറ്റാണ്. ഒരു മലയാളി കുടുംബത്തിലായിരുന്നു യോഗം. ഞങ്ങൾ ചെന്ന് കയറി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ വീട്ടിൽ പോകുന്നത്, ആദ്യമായിട്ടാണ് അവരെല്ലാം കാണുന്നത്. ഞങ്ങൾ ചെന്ന് കയറി. ഞാൻ ഇരുന്ന ഇപ്പുറത്തോട്ട് യോഗം തീരാറായപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു അമേരിക്കക്കാരി ഒരു സഹോദരി വന്നിരുന്നു. യോഗം കഴിഞ്ഞു, ആശീർവാദം കഴിഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ എണ്ണീറ്റുകൊണ്ട് എൻ്റെ കയ്യിൽ കയറി പുള്ളിക്കത് ചാടി കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഐ ആം ദ വൺ ഹു കോൾഡ് യു. ഞാൻ നിന്നെ വേലയ്ക്ക് വേണ്ടി കണ്ടവനാണ്, തിരിച്ചോടല. ഞെട്ടിപ്പോയി. ഭർത്താവ് പിടിയായില്ല. 29th ഡേ ലാസ്റ്റ് മിനിറ്റ് പിടിയായി. പക്ഷെ കരഞ്ഞുപോയി കേട്ടോ, കരഞ്ഞുപോയി. കാരണം കർത്താവ് അത്ര നമ്മളെ സ്നേഹിക്കുന്നെന്നുള്ളത്. അതുവരെ നമ്മളെ വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് വെച്ച് നടന്നെ ഒരാളെ കൊണ്ട് ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്ത്രീയെ അന്ന് കണ്ടത്. പിന്നെ ആ പുള്ളിക്കത്തി ഇതുവരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുമില്ല. പുള്ളിക്കത്തി പ്രവാചകിയൊന്നും അല്ല. പുള്ളിക്കത്തിയോട് ദൈവാത്മാവ് പറയുന്നത് തൊട്ട് പ്രതിരിക്കുന്നവരോട് ഇത്രയും പറയാൻ വിടാവുന്നത്. അന്ന് കർത്താവ് കൺഫർമേഷൻ തന്നു. ഒക്കെ കർത്താവ് വേലയ്ക്ക് വിളിച്ചാണ്. വൈകിട്ട് മുറിയിൽ വന്ന് കിടന്നു. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പ്രയാസം. കാരണം എൻ്റെ പേര് നമുക്ക് നാട്ടിലുണ്ടല്ലോ, ഓരോരുത്തർ വല്യപ്പച്ചന്മാരുടെ പേര് വരുമല്ലോ. എൻ്റെ പേരിൽ തോമസ് എന്നാണ് കിട്ടിയത്. എൻ്റെ അമ്മയുടെ അപ്പൻ്റെ പേര് അവിശ്വാസിയെ തോമസിൻ്റെ പേര്. അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും കണ്ടാലേ വിശ്വസിക്കാൻ ഒക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനാണ്.
എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ എല്ലാം നമുക്ക് നിർത്തി വെച്ചാലേ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ രാത്രി ചെറിയൊരു സംശയം. പിറ്റേ ദിവസം ഒരു ചർച്ചയ്ക്ക് പോയി തമ്മിച്ചാലും പ്രസംഗിക്കാനും ചർച്ചിച്ചു. ബ്ലാക്സിൻ്റെ ചർച്ചയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഭാഷ കാണുന്നത്, ആദ്യമായിട്ട് പോകുന്നു. യോഗം എല്ലാം കഴിഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോന്നെ പെട്ടെന്ന് ആ പ്രാർത്ഥന നിർത്തിയിട്ട്, ആശീർവാദമല്ല ആമേനുമല്ല, പെട്ടെന്ന് പ്രാർത്ഥന നിർത്തിയിട്ട് പറഞ്ഞു, യു എന്നെ റൺ ആസ് ഇഫ് യു ആർ റണ്ണിങ് ഫോർ യുവർ ലൈഫ്. ഓടിക്കൂ, നിൽക്കണ്ട, തിരിഞ്ഞ് നോക്കണ്ട, ഓടിക്കൂ, ഞാനാ നിന്നെ വിളിച്ചത്, നിനക്ക് പേടി രണ്ടായി. ഞാൻ ഇല്ല, അപ്പം തന്നെ വന്നില്ല, എനിക്ക് സംശയമൊന്നുമില്ല, പൊക്കോളാം. വിത്തിൻ 2 weeks വി ലാൻഡ് ഇൻ ഇന്ത്യ. അങ്ങനെ ഞങ്ങൾ 7-8 വർഷമായിട്ട് ഞങ്ങളുടെ നാട്ടിലാണ്. ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം നടന്നത് ഞാൻ പറയാം. 11 ദിവസം ഞങ്ങൾ അമേരിക്ക താമസിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലണ്ടനിലെ വൈഫിനെ കാണാൻ വന്നോടെ വൈഫ് പറഞ്ഞെന്ന്, ദൈവം സംസാരിക്കുകയാണെങ്കിൽ തീരുമാനമെടുക്കാമെന്ന് ചോദിച്ചു. ആ ഒരൊറ്റ ചോദ്യമല്ലാതെ ആ 11 വർഷത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു ദിവസം പോലും എൻ്റെ ഭാര്യ എന്നോട്, അച്ഛാ അന്നത്തെ തീരുമാനം ഓർക്കുന്നോ, അന്നത്തെ പറച്ചിൽ ഓർക്കുന്നോ, കർത്താവ് സംസാരിക്കുന്നില്ലേ, ഉള്ളിലൊന്നും ഇല്ലേ എന്നൊന്നും ചോദിച്ചിട്ട്. പക്ഷേ തീരുമാനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വന്ന ഒരു ദിവസം ബിനി ഒരു സ്ഥലത്ത് സാക്ഷി പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് കേട്ടു. ആ 11 വർഷവും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് സൗകര്യമാരോടാണ്, ഭർത്താക്കന്മാരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. പലരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കർത്താവ് പറയാനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പറയുന്നതും അടുക്ക് കൂടത്തിയുള്ള വീട്ടിൽ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ പോകാനുള്ള ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല, എൻ്റെ ഒരു പ്രവണത. പക്ഷേ എന്നോടൊന്നും പറഞ്ഞില്ല. പുള്ളിക്കകത്ത് ക്ലോസറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ കർത്താവ് വേദിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാട്ടിൽ കർത്താവിൻ്റെ വിലയിലായിരിക്കുന്നു. പിന്നെ ഞങ്ങളെ അവിടെ തന്നെ സ്കൂളിൽ പോകുന്നു. ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ ചൂടിൻ്റെ ആദ്യം ഇരുന്നുകൊണ്ട് ഞങ്ങളൊരു 2 ആഴ്ചത്തേക്ക് ഇങ്ങോട്ട് വന്നതാണ്. അവിടെ യൂത്തിൻ്റെ മിനിസ്ട്രിയായിട്ടൊക്കെ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നു. ചിക്കു കുര്യാക്കോസ് മരിച്ച സമയത്ത് നമ്മൾ ഒത്തിരി പേർക്ക് ചിക്കുവിൻ്റെ കാര്യം അറിയാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. അന്ന് ബിജു വീഡിയോ കണ്ടിട്ടുള്ളവർക്കും ബിജു ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ചിക്കുവിൻ്റെ മെമ്മോറിയലായിട്ട്. ഞാൻ YPC ലീഡർഷിപ്പ്, YPC ന്യൂ ഇന്ത്യ ദേവസഭയുടെ യങ് പീപ്പിൾ ക്രിസ്ത്യൻ അസോസിയേഷൻ്റെ യൂത്തിൻ്റെ വിങ്ങാണ്, അതിൻ്റെ ലീഡർഷിപ്പ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബിജു പറഞ്ഞു, YPCക്കാരോട് അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾക്ക് ചിക്കുവിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മ്യൂസിക് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ ചെയ്യാൻ പറ്റുമെന്ന് നല്ല എന്നൊരു അഭിപ്രായം ബിജു പറഞ്ഞു. അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ വീക്കെൻഡിൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലസൻ നേമനെ, ഡോക്ടർ ബ്ലസൻ നേമനെ, BJ ട്രാവൽ, അങ്ങനെ കുറേ വർഷിപ്പ് ലീഡേഴ്സിനെ വ്യക്തിക്കൊണ്ട് 100 ചർച്ചിലെ വർഷിപ്പ് ലീഡേഴ്സിനെ പിക്ക് ചെയ്ത് അവിടെ ഒരു വർഷിപ്പ് ലീഡേഴ്സ് സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നു. പിന്നീട് ആഗ്രഹപ്രകാരം തന്നെ ഒരു ഓർഫനേജ് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നടത്തുന്നുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എത്ര നല്ല ക്ഷമയോടെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കും.